ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ വാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിൽ മലയാളിയായ ഒരു ശങ്കരൻ നായരെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടായി. അതുമുതൽക്ക് പലരും ആരായിരുന്നു ഈ ശങ്കരൻ നായർ, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മേന്മ, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ സവിശേഷത, എന്തായിരുന്നു അദ്ദേഹം ചരിത്രത്തിൽ വഹിച്ച പങ്ക് എന്ന് ചോദിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഈ പ്രസംഗത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരാൾ എനിക്കൊരു വീഡിയോ അയച്ചു. ഏതോ വടക്കേ ഇന്ത്യക്കാരൻ പറയുന്ന കാര്യങ്ങളാണ്. അയാളുടെ സംസാര രീതി കൊണ്ട്, പുള്ളി ഇംഗ്ലീഷ് പറയുന്ന ഒരു പ്രത്യേക രീതിയിലായതുകൊണ്ട് ഇയാൾ ഹിന്ദിക്കാരനാണ് എന്ന് ഞാൻ അനുമാനിച്ചു. പുള്ളിയും ഈ ശങ്കരൻ നായരെക്കുറിച്ചാണ് കാര്യമായിട്ട് പരാമർശിക്കുന്നത്. ചേറ്റൂർ ശങ്കരൻ നായർ എന്ന പേരിൽ പ്രസിദ്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, ആ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം വരെ ആയിരുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ജാലിയൻ വാലാബാഗിനെ തുടർന്ന് ഈ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചു എന്ന് മാത്രമല്ല, ഇതിന് പ്രധാന ഉത്തരവാദി എന്ന് കരുതപ്പെട്ട പഞ്ചാബിലെ ലഫ്റ്റനൻറ്റ് ഗവർണർ സർ മൈക്കിൾ ഒഡെയർക്കെതിരെ ചില പരാമർശങ്ങൾ നടത്തി. അതേ തുടർന്ന് ലണ്ടനിലൊരു കോടതിയിൽ ഈ മാനനഷ്ട കേസിന് വിധേയനായി. അദ്ദേഹത്തെ ശിക്ഷിച്ചു. 500 പൗണ്ട് പിഴ അടയ്ക്കാൻ വിധിച്ചു. മാപ്പ് പറഞ്ഞാൽ മതി, പിഴ അടയ്ക്കണ്ട എന്ന് ഒഡെയർ തന്നെ ആവശ്യപ്പെട്ടെങ്കിലും മാപ്പ് എൻ്റെ പട്ടി പറയും എന്ന് പറഞ്ഞ് അദ്ദേഹം പിഴ അടച്ചു എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാനിത് കേട്ടു. ശങ്കരൻ നായരെക്കുറിച്ച് എനിക്ക് നേരത്തെ തന്നെ അറിയാം. പ്രധാനമന്ത്രി പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് വേറൊരു വിസ്മയവും കൂടി തോന്നി. ഇപ്പോഴും ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷ ആളുകൾക്ക് അറിയാൻ പാടാത്ത ഒരു രഹസ്യമുണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർക്ക്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ഏക മലയാളി ഈ ശങ്കരൻ നായർ, ചേറ്റൂർ ശങ്കരൻ നായർ. വെറും 40ാമത്തെ വയസ്സിൽ അദ്ദേഹം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് ഒരു വർഷത്തേക്കാണ് ഈ തിരഞ്ഞെടുപ്പ്. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കോൺഗ്രസ്സുകാരാണ് നരേന്ദ്രമോദിയോട് പറയേണ്ടത്, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, ഇദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയുടെ പ്രസിഡൻ്റായിരുന്ന ആളാണ്, താങ്കൾ ഇപ്പോഴല്ല അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുന്നത്, ഞങ്ങൾക്ക് നേരത്തെ അറിയാം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും ശശി തരൂരും അടക്കമുള്ള ആളുകളാണ്. പക്ഷേ ഇവരാരെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? അത് പറഞ്ഞു കൊടുക്കാൻ പാകത്തിനുള്ള വിജ്ഞാനം ഇവർക്കുണ്ടോ എന്നെനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇവിടെ ചെയ്യാൻ തീരുമാനിച്ചത്. ഈ ചേറ്റൂർ ശങ്കരൻ നായർ എന്ന പ്രസിദ്ധനായ വ്യക്തി, അദ്ദേഹം പാലക്കാട് ജില്ലയിലെ, ഇപ്പോഴത്തെ പാലക്കാട് ജില്ല മങ്കരയിലാണ് ജനിച്ചത്. മങ്കര സ്വദേശിയാണ്. അദ്ദേഹം മദ്രാസ് പ്രസിഡൻസി കോളേജിൽ നിന്നാണ് ബിരുദമെടുത്തത്. പിന്നീട് നിയമബിരുദം എടുത്തു. അന്ന് ഹൈക്കോടതി മദ്രാസിലുള്ളൂ. മദ്രാസ് ഹൈക്കോടതിയിൽ അഭിഭാഷകനായിട്ട് പ്രാക്ടീസ് തുടങ്ങി. അധികം വൈകാതെ അവിടെ പ്രസിദ്ധനായ ഒരു അഭിഭാഷകൻ എന്ന രീതിയിൽ പ്രസിദ്ധി നേടി. അത് കഴിഞ്ഞ് മദ്രാസിൽ അഡ്വക്കേറ്റ് ജനറലായി. പിന്നീട് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ലോ മെമ്പറായി. ഇപ്പോഴത്തെ ലോ മിനിസ്റ്റർക്ക് തുല്യമായിട്ടുള്ള ഒരു പദവിയാണ്. അതൊന്നും അങ്ങനെ ഇന്ത്യക്കാർക്ക് അത്ര എളുപ്പത്തിൽ കിട്ടുന്ന ഒരു കാര്യമല്ല. അന്നൊക്കെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ മെമ്പർമാരാകുന്നത് തന്നെ വളരെ ഒന്നുകിൽ സായിപ്പുമാരോ അല്ലെങ്കിൽ അത്രയും അഭിജാത വർഗത്തിൽ നിന്ന് വിദേശത്ത് പോയി വിദ്യാഭ്യാസം നേടിയ ആളുകളൊക്കെയാണ്. ഏതാണ്ട് 1919 കാലത്തൊക്കെയാണ് ഇദ്ദേഹം ആ സ്ഥാനത്ത് വരുന്നത്. മുണ്ടക ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങളുടെ പിന്നണിയിലൊക്കെ ഈ ശങ്കരൻ നായർ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം അതിനൊക്കെ മുമ്പാണ് AICC പ്രസിഡൻ്റായിരുന്നത് 40ാമത്തെ വയസ്സിൽ. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് ഇദ്ദേഹം എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചു എന്ന് മാത്രമല്ല, പുള്ളി നേരത്തെ സൂചിപ്പിച്ച പോലെ മൈക്കിൾ ഒഡെയർക്കെതിരായിട്ട് നിശിതമായ വിമർശനം അഴിച്ചുവിട്ടു. ഒഡെയർ ഇദ്ദേഹത്തിനെതിരെ ലണ്ടനിൽ കിങ്സ് കൗൺസിലിൽ കേസ് കൊടുത്തു. ഭയങ്കരമായ കേസായിരുന്നു, പ്രമാദമായ കേസ്. അപ്പോൾ പത്രപംക്തികളിലൊക്കെ നിരവധി കോളത്തിൽ വാർത്ത വന്ന് അവസാനം 12 അംഗ ജൂറി ഇദ്ദേഹത്തെ കുറ്റക്കാരനെന്ന് കണ്ടെത്തി. അതിൽ 11 അംഗങ്ങൾ കുറ്റക്കാരനാണെന്നും 1 അംഗം ഇദ്ദേഹം നിരപരാധിയാണ് എന്ന് ഫൈൻ ചെയ്തു. ആ അംഗം മറ്റാരുമല്ല, നമ്മുടെ നെഹ്റുവിന് പ്രിയങ്കരനായ ഹറോൾഡ് ലാസ്കിയർ. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തോട് ഈ 500 പൗണ്ട് പിഴ അടയ്ക്കാൻ പറഞ്ഞു. പിഴ അടച്ചില്ലെങ്കിൽ പിഴ അടയ്ക്കണം, അല്ലെങ്കിൽ മാപ്പ് പറയണം എന്ന് പറയുമ്പോൾ അദ്ദേഹം മാപ്പ് പറയാൻ കൂട്ടാക്കിയില്ല. 500 പൗണ്ട് പിഴയും പിന്നെ കോടതി ചെലവും ഒഡെയർക്ക് കൊടുക്കേണ്ടതായിട്ടു. അതേ തുടർന്ന് അദ്ദേഹം ആ കാലത്ത് ഒരു വലിയ നാഷണൽ ഹീറോ ആയിട്ട് കൊണ്ടാടപ്പെട്ടു. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. ഇദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ആളാണ്. മഹാത്മാഗാന്ധി കോൺഗ്രസിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയും നിസ്സഹകരണ പ്രസ്ഥാനം അടക്കമുള്ള സമരം പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം ഗാന്ധിയുമായിട്ട് തെറ്റി. ഗാന്ധിജിയുടെ ഈ സമരം രാജ്യത്തെ വലിയ അരാജകത്വത്തിലേക്ക് നയിക്കുകയുള്ളൂ എന്ന് ശങ്കരൻ നായർ നിരീക്ഷിക്കുകയും അത് തുറന്നു പറയിച്ചു.
പുള്ളി ഏത് കാര്യങ്ങളും ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ വളരെ ഉറക്കെ പറയുന്ന സ്വഭാവക്കാരനാണ്. അതുകൊണ്ട് ഗാന്ധിജിയുമായിട്ട് തെറ്റിയ പിന്നെ കോൺഗ്രസ്സിൽ നിൽക്കാൻ പറ്റില്ല. ഗാന്ധി ആൻഡ് അനാർക്കി എന്ന പേരിൽ പുള്ളി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം പൊതുരംഗത്ത് നിന്ന് മിക്കവാറും അപ്രത്യക്ഷനാകുകയും 77-ാമത്തെ വയസ്സിൽ മരണപ്പെടുകയുമാണ് ഉണ്ടായത്. ഇദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവായിരുന്നു പ്രസിദ്ധനായ KPS മേനോൻ. KPS മേനോൻ സീനിയർ എന്ന പേരിൽ പ്രസിദ്ധനായ ചൈനയിലും റഷ്യയിലും ഒക്കെ ഇന്ത്യയുടെ അംബാസഡറായിരുന്ന, പിന്നീട് വിദേശകാര്യ സെക്രട്ടറി ആയി തീർന്ന KPS മേനോൻ. KPS മേനോനെ പറ്റി പറയുമ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ICS പരീക്ഷ 1858 തുടങ്ങി. 1947 വരെ അത് അതേപോലെ തുടരേറ്റു. അപ്പോൾ ഈ ഇന്ത്യൻ സിവിൽ സർവീസിലേക്കുള്ള പരീക്ഷയിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ദുഷ്കരമാണ്. നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് 4 റാങ്ക് കൂടി വിജയിച്ച ആളാണ്. ഈ ICS പരീക്ഷയുടെ ചരിത്രത്തിൽ ഒരേ ഒരു ഇന്ത്യക്കാരനാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയത്. അത് KPS മേനോനാണ്. ആ KPS മേനോനാണ് ശങ്കർ നായരുടെ മകളെ വിവാഹം കഴിച്ചത്. ഈ സീനിയർ KPSൻ്റെ മകനായിരുന്നു പിന്നീട് വിദേശകാര്യ സെക്രട്ടറി തീർന്ന KPS മേനോൻ ജൂനിയർ. അദ്ദേഹത്തിൻ്റെ മകനാണ് ശിവശങ്കർ മേനോൻ. അങ്ങനെ നയതന്ത്രജ്ഞന്മാരുടെ ഒരു കുടുംബമായിരുന്നു അവരുടെ. അപ്പോൾ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാതെ എനിക്ക് അവസാനിപ്പിക്കാൻ പറ്റിയില്ല. ഞാൻ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് തുടങ്ങുന്ന കാലത്ത് ചേറ്റൂർ ശങ്കർ നായർ എന്ന പേരിൽ പ്രസിദ്ധനായ ഒരു ജഡ്ജി ഉണ്ടായിരുന്നു. അത് ഈ സാക്ഷാൽ ശങ്കർ നായരുടെ വകയിലൊരു അനന്തരവനാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ ഇന്ദുലേഖ എഴുതിയ ഉയ്യാർത്ത് ചന്തുമേനോൻ ഉണ്ടായിരുന്നല്ലോ, ചന്തുമേനോൻ്റെ അനന്തരവൻ്റെ മകൻ കൂടിയായിരുന്നു. അദ്ദേഹം വളരെ പ്രസിദ്ധനായ ഒരു ജഡ്ജിയായിരുന്നു. വളരെ സർക്കാസ്റ്റിക്കായിട്ട് ആളുകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അതൊക്കെ പറയാൻ തുടങ്ങിയ തീരെയില്ല. അക്കാലത്ത് വളരെ പ്രസിദ്ധനായ ഒരു ജഡ്ജിയായിരുന്നു. കാരണം ഏത് ദിവസം പാത്രം എടുത്ത് നോക്കിയാലും ഈ ശങ്കർ നായരുടെ ഒരു വിധിയെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ദേവൻ രാമേന്ദ്രനുള്ള പോലെ പ്രസിദ്ധി അന്ന് ശങ്കർ നായർക്കുണ്ടായിരുന്നു. നാട്ടുപുറത്തൊക്കെ ആളുകൾ ഈ മനോരമയും മാതൃഭൂമിയൊക്കെ വായിച്ച് വണ്ടടിക്കും. കേരള ഹൈക്കോടതിയിൽ ഭയങ്കരനായ ഒരു ജഡ്ജിയുണ്ട്, അതിഗംഭീരനായ ജഡ്ജിയുണ്ട്, അത് ശങ്കർ നായരാണ് എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ അഭിഭാഷകരോട്, ഏതാണ്ട് എൻ്റെയൊക്കെ പ്രായമുള്ള അഭിഭാഷകരോട് ചേറ്റൂർ ശങ്കർ നായർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പാലക്കാട്ടുകാരനായ അല്ലെങ്കിൽ ഒറ്റപ്പാലത്തുകാരനായ ഒരു ഹൈക്കോടതി ജഡ്ജിയായിരുന്നു എന്ന് പറയും. പക്ഷേ സത്യത്തിൽ ഇദ്ദേഹം ചേറ്റൂർ ശങ്കർ നായർ അല്ലെന്നല്ല ഞാൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഒറിജിനൽ ചേറ്റൂർ ശങ്കർ നായർ അല്ലെങ്കിൽ സാർ C ശങ്കർ നായർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ AICC പ്രസിഡൻ്റായിരുന്ന, വൈസ്രോഡ് എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ മെമ്പറായിരുന്ന, ജാലിയൻ വാലാബാഗിനെ തുടർന്ന് പ്രതിഷേധ സൂചകമായിട്ട് രാജിവെച്ച, പിന്നെ ലണ്ടനിൽ പോയി കേസ് നടത്തിയ സാക്ഷാൽ ശങ്കർ നായരായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ശിരസ് നമിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.